കാണാപ്പുറത്തിൻ്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വയനാട് ജില്ലയിലെ പ്രശസ്തമായ ഒരു മലങ്കര കത്തോലിക്ക ചർച്ചാണ് കാണാപ്പുറം എന്ന് നിങ്ങളിലേക്ക് എത്തിക്കുന്നത്. ഒരുപാട് പ്രത്യേകതകളുള്ള ഈ ചർച്ചിൻ്റെ വിശേഷങ്ങൾ പോയി കണ്ടാലോ നമുക്ക്. വയനാട് ജില്ലയിലെ സുൽത്താൻ ബത്തേരിയിൽ സ്ഥിതി ചെയ്യുന്ന സെന്റ് തോമസ് സീറോ മലങ്കര കത്തോലിക്ക കത്തീഡ്രൽ സീറോ മലങ്കര കത്തോലിക്ക സഭയുടെ ബത്തേരി രൂപതയുടെ ആസ്ഥാന ദേവാലയമാണ്. ആയിരത്തി 1978 ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ സ്ഥാപിച്ച ബത്തേരി രൂപതയുടെ വളർച്ചയിലും വയനാട്ടിലെ മലങ്കര കത്തോലിക്ക മിഷൻ ചരിത്രത്തിലും ഈ ദേവാലയം പ്രധാന പങ്കുവഹിക്കുന്നു. വലിപ്പത്തിൽ കേരളത്തിലെ 2ാം സ്ഥാനവും വയനാട്ടിലെ ഏറ്റവും വലിയ ദേവാലയവുമായ പുതിയ കത്തീഡ്രൽ കെട്ടിടത്തിന്റെ പണി ഏകദേശം പൂർത്തിയാക്കി 2016 സെപ്റ്റംബർ 19-20 തീയതികളിൽ മലങ്കര കത്തോലിക്ക സഭയുടെ മേജർ ആർച്ച് ബിഷപ്പ് കർദിനാൾ മാർ ബസേലിയസ് ക്ലീമീസ് കത്തോലിക്ക ബാവ മുഖ്യ കാർമ്മികത്വത്തിൽ കൂദാശ ചെയ്തു. വലിയ സുവർണ നിറത്തിലുള്ള കേന്ദ്ര താഴികക്കുടവും മനോഹരമായ ജനലുകളും ആകർഷകമായ ഉൾവശവും കൊണ്ട് ഈ ദേവാലയം വയനാട്ടിലെ പ്രധാന വാസ്തുവിദ്യാ വിസ്മയങ്ങളിൽ ഒന്നാണ്. എല്ലാ പ്രധാന മതങ്ങളെയും പ്രതിനിധീകരിക്കുന്ന മതേതര മാതൃകയിലാണ് ഇതിന്റെ നിർമ്മാണം. ഒരു വശത്ത് നിന്ന് നോക്കിയാൽ മസ്ജിദാണെന്നും മറ്റൊരു വശത്ത് നിന്ന് നോക്കിയാൽ ക്ഷേത്രത്തെ പോലെയും പ്രധാന ഭാഗത്ത് നിന്ന് നോക്കിയാൽ ചർച്ചായും തോന്നിക്കുന്ന ഗോത്തിക് ആർമേനിയൻ ശൈലിയിലാണ് ഇതിന്റെ നിർമ്മാണം. മലങ്കര കത്തോലിക്ക സഭയുടെ സുൽത്താൻ ബത്തേരി രൂപതയുടെ ബിഷപ്പ് ഡോക്ടർ ജോസഫ് മാർ തോമസ് ആണ് ഈ ചർച്ചിന്റെ നിർമ്മാണത്തിന് നേതൃത്വം നൽകിയത്. ഏകദേശം 10 കോടിയാണ് ഇതിന്റെ നിർമ്മാണ ചെലവ്. 2016 കൂദാശ കഴിഞ്ഞെങ്കിലും ഇപ്പോഴും ഇതിന്റെ മുഴുവൻ ജോലികളും പൂർത്തിയായിട്ടില്ല. ഭിത്തിയിലുള്ള ചിത്രപ്പണികളും മറ്റും ഇനിയും നടക്കാനുണ്ട് എന്ന് ഇപ്പോഴത്തെ ചർച്ച് സെക്രട്ടറിയായ സുമേഷിൽ നിന്നും അറിയാൻ കഴിഞ്ഞു. ചർച്ചിന്റെ ഭംഗിയോടൊപ്പം തന്നെ കിടപിടിക്കുന്ന ഇവിടുത്തെ പൂന്തോട്ടവും ഭംഗിയേറിയ പൂക്കളും സന്ദർശകർക്ക് ഒരു പാർക്കിൽ പോയതിന്റെ അനുഭൂതി കൂടി നൽകാൻ പോരുന്നതാണ്. ഇതിന്റെ ഒരു വശത്ത് നിന്നും നോക്കിയാൽ കാണുന്ന നോക്കത്താ ദൂരത്തോളം പരന്നു കിടക്കുന്ന നെൽപ്പാടങ്ങളും ഇവിടെ വരുന്നവർക്ക് കണ്ണിന് കുളിർമയേകുന്ന കാഴ്ചയാണ്. മുറ്റത്തിന് ഒരു വശത്തായി നിറയെ കൊത്തുപണികളുള്ള ഭീമാകാരമായ ഒരു കൽക്കുരിശുണ്ട്. അതുപോലെ മറുവശത്ത് ചരിത്രം വരച്ചു കാണിച്ചുകൊണ്ട് സ്വർണപ്രഭ ചൊരിയുന്ന വലിയ കൊടിമരവും സ്ഥിതി ചെയ്യുന്നു. പുറത്തുനിന്ന് അകത്തേക്ക് കയറുന്ന ഓരോ വാതിലുകൾക്കിരുവശവും കല്ലിൽ കൊത്തിയ സോപാനപ്പടികൾ ശരിക്കും ഒരു മഹാക്ഷേത്രത്തെ പോലെ തന്നെ തോന്നിപ്പിക്കുന്നതാണ്.
ആരാധനാ ഹാളിലെ തൂണുകളിലെ ചിത്രപ്പണികളും ഭിത്തിയിലെ ആരാധ്യരായവരുടെ ഫോട്ടോകളും ഭംഗിയാർന്ന ആൾത്താരയും എല്ലാം ഏതൊരാളുടെയും കണ്ണിൽ നിന്നും മായാത്ത കാഴ്ചകളായി എന്നും നിലനിൽക്കുമെന്നതിൽ തർക്കമില്ല. വയനാട്ടിൽ വരുന്ന ഏതൊരു സഞ്ചാരികളും നിർബന്ധമായും വന്നു കാണേണ്ട ഒരു ആരാധനാലയമാണ് സുൽത്താൻ ബത്തേരി സീറോ മലങ്കര കത്തോലിക്ക ദേവാലയം. അപ്പോൾ കാണാപ്പുറത്തിൻ്റെ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇതുപോലെ മറ്റൊരു വീഡിയോയുമായി ഞങ്ങൾ നിങ്ങളിലേക്ക് എത്തുന്നത് വരെ എല്ലാവർക്കും ബൈ.